തുമ്പിയോടിവ ഓണം കൊടിയെടുത്തുവ ഈ തുമ്പപ്പൂന്തണലിൽ ഒരു മാവേലിപ്പാട്ടും പാടി മാമാങ്കക്കഥയും ചൊല്ലി ഊഞ്ഞാലാടാൻ വാ പൊന്നൂഞ്ഞാലാടാൻ വാ. ഓണപ്പാട്ടുമായി ഉത്രാട സന്ധ്യയിൽ പാണനെത്തുന്നു പടിപ്പുരയിൽ മൺകുടം കൊട്ടി വെണ്ണിലാവീണയിൽ നന്ദുണി പാട്ടിന്റെ ഇടമുറുക്കി പുതുപൂക്കില നാക്കില വെച്ചാട്ടെ പാണനെത്തുന്നു പടിപ്പുരയിൽ. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം. ശരിക്കും ഓണം കഴിഞ്ഞിട്ടും ഏതാനും ദിവസങ്ങളായെങ്കിലും നമ്മൾ UK മലയാളികൾ ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നു. ഒരുപക്ഷെ ഐശ്വര്യവും സന്തോഷവും ഇവിടെ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം. എനിവേ, രംഗപൂജയോടെ നമുക്ക് ഈ ഓണാഘോഷ പരിപാടി ദശാബ്ദി ആഘോഷം നമ്മൾ നടത്തണമോ, അത് എങ്ങനെ നടത്തണം, എന്ന് നടത്തണം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട അതിനുള്ള ഒരു അവസരം കൊണ്ട് നമുക്ക് ഇന്നത്തെ ജനറൽ ബോഡിയിൽ നമ്മൾക്കത് വിശദമായി വിശകലനം ചെയ്ത് അതിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മുടെ സെക്രട്ടറി സുദീർഘമായ സേവനം ചെയ്ത് നമ്മുടെ സെക്രട്ടറി ഡാനിഷ് തലയിൽ മുല്ലപ്പൂവ് ചൂടി നെറ്റിയിൽ കുറിയും തൊട്ട് വെളുത്തിനെ ചുറ്റും നിന്ന് തിരുവാതിര കളിക്കുന്ന മലയാളി മക്കൾ. നയന മോഹനമായ ഒരു കാഴ്ചയാണത്. MKCയുടെ സുന്ദരികളായ മകമാർ ഇതാ നമ്മുടെ മാവേലി തമ്പുരാൻ നാട്ടുവിനിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മാതൃശക്തിയെ ഓരോ പുൽക്കുടിയെ കോരിത്തരിപ്പിക്കുന്ന വാഗ്നത്തിന്റെ വാർത്തക്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഇതാ മാവേലി തമ്പുരാൻ നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മുത്തുക്കുരുവിനെയും താലപ്രിയ മലയാളി മംഗമാരുടെയും ചിങ്കാരി മേളത്തിന്റെയും അകമ്പടിയോടുകൂടി ഇതാ മാവേലി മന്നൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. സമൃദ്ധിയെയും സഹോദരത്തിനെയും നല്ല നാൾ ഓർമ്മിപ്പിക്കുന്ന ഗ്രഹാധിപത്യ
ഓണം. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ മാവേലി വളരെ സെറ്റപ്പിലാണ്. മൊത്തം പാതാളത്തിലെ എല്ലാവരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി സെറ്റപ്പ് ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാവേലി ഇച്ചിരി ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ടിവിയിൽ ഒരു പരസ്യം കണ്ട് ലവണമയെല്ലാം തൂത്ത് കഴിഞ്ഞാൽ വണ്ണം കുറയും. ഞാനത് കുറച്ച് തേച്ചിട്ട് വണ്ണം കുറയാത്ത കാരണം കുറച്ച് വാങ്ങിച്ച് ഇപ്പം അതിനകത്ത് മീൻ വറുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് വളരെ സുഖമുണ്ട്. അപ്പൊ മാവേലിയുടെ അഭിപ്രായത്തിൽ ഇവിടെ ആർക്കെങ്കിലും ആവശ്യം വണ്ണം കൂടുതലുണ്ടെങ്കിൽ ലവണതൈലം കഴിച്ചാൽ മതിയെന്നാണോ? അപ്പൊ അതാണോ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ സന്ദേശം? ലവണതൈലം ഉപയോഗിക്കുക, അതാണോ മാവേലിയുടെ സന്ദേശം? അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ മംഗളാശംസകൾ. താങ്ക് യു വെരി മച്ച് മാവേലി. ഓണത്തിന്റെ ഏറ്റവും വലിയ വിഭവം സൗഹൃദമാണ്, സ്നേഹ സമ്പൽ സമൃദ്ധിയാണ്. ആ സമ്പൽ സമൃദ്ധി നമ്മുടെ കൂട്ടായ്മയുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കാത്തലിക് അസോസിയേഷനുകളിൽ ഇനിയും ഇതുപോലെ ഉണ്ടാകട്ടെ, വളരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ജീവിത പങ്കാളിക്കും ആ വിഭവം, സൗഹൃദം അല്ലെങ്കിൽ സ്നേഹം എന്ന ആ വിഭവം സമൃദ്ധമായി ഓരോ ദിവസവും വിളമ്പി വയറു നിറയ്ക്കുവാൻ നമുക്ക് അച്ഛന് ഇന്ന് ഈ ദിവസത്തില് നമ്മളോടൊപ്പം അച്ഛനുണ്ടായിരിക്കുന്ന എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകള്, നന്മകള്, സമ്പൽ സമൃദ്ധി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തായി വക്ക വക്ക എന്ന ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ തീം സോങ് ഏവരെയും ആകർഷിച്ച ഒന്നാണ്. ആ ഗാനത്തിന് നമ്മുടെ സംഘടനയിലെ കുരുന്നുകൾ നൃത്തം ചവിട്ടിയാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് നോക്കാം. Ladies and gentlemen, please welcome our Tiny Tots on stage with a big round of applause. Yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's on, feel it. You got it all, believe it. When you hold up, if you hold up, time it up, time back in there. 'Cause this is Africa, time it up, പണ്ടൊക്കെ എനിക്കറിയാലോ, നമ്മുടെ ഫാമിലീസിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. ആന്റിയുടെ വീട്ടിലൊക്കെ പിള്ളേരുണ്ടായിരുന്നു. എന്റെ വീട്ടിലോ? അതായത് എന്റെ ഫാമിലി 6 പിള്ളേര്. 6 പിള്ളേർ. ആന്റിക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് 2 പിള്ളേര്. ആണോ? അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. പണ്ടൊക്കെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഫാമിലിയിൽ. ഇപ്പൊ നമുക്ക് 2 എന്നുള്ള ഇതായി. അത് കഴിഞ്ഞ് ഇപ്പം ഈ ഇടയ്ക്ക് പുതിയതായിട്ട് ഇപ്പൊ ഇവിടെ ഉള്ള ആന്റിമാർക്ക് 4, 5 പിള്ളേര് വീണ്ടും ആയി കാണാൻ തുടങ്ങി. അപ്പൊ ഇത് സജിയച്ചൻ പറഞ്ഞിട്ടുണ്ടോ സ്വർണ്ണപ്പതക്കം കിട്ടും എന്നൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണെന്നാണ് ആന്റിയുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി കുട്ടികളെ വേണമെന്ന്. പക്ഷെ ഞാൻ സൗദി അറേബ്യയിലൊക്കെ പോയി വന്നപ്പോ സമയം കഴിഞ്ഞു പോയി.